Hi guys, welcome back to our channel Yasim Stories. Hey guys, അപ്പോൾ ഇനി മുതൽ സ്ഥിരമായിട്ട് വീഡിയോസ് ഉണ്ടായിരിക്കും. അതിന്റെ ഭാഗമായിട്ട് ഇന്നലെ ഇന്നിപ്പോൾ ഈ വീഡിയോ എടുക്കണ ഒരു വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിൽക്കി പറട്ടാ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മെയിനായിട്ട് ചാനൽ നോക്കൽ ഒമറായിരിക്കും. ഒമറിന്റെ വീഡിയോസ് ആയിരിക്കും അധികം. ഒമറാണ് വ്ളോഗ് ചെയ്തു പോവാ. അതെ അതെ. അപ്പൊ ഇന്നത്തെ വ്ളോഗ് പരിപാടി എന്താന്ന് വെച്ചാല് മോനെ വ്ളോഗ് എടുക്കുമ്പോ അടക്ക് ഇവിടെ നിന്നിട്ട് ഹായ് പറ എല്ലാരും വെൽക്കം ചെയ്യും എല്ലാരും ഈ നെക്കാണ്ട് പറഞ്ഞോ. അപ്പൊ ഇതാണോ ഇന്നത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. ഫോട്ടോ മാത്രല്ല ഓന്റെ കാട്ട സ്വഭാവം അവിടെ വെച്ചാലല്ലേ പറയാൻ കഴിയുള്ളൂ മോരെ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാല് ടീഷർട്ട് എടുക്കാൻ പോണ വീഡിയോ ആണ്. ആശാന് പെണിഞ്ഞു പണി കാണില്ല. അപ്പൊ ഗൈസ് നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാം. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒമറിന് ഒന്ന് ടീഷർട്ട് എടുക്കണം. ഒമറിന്റെ എല്ലാ ടീഷർട്ടുകളും പണിയായി. ഇനി കാട്ട സ്വഭാവം ഇതായതുകൊണ്ട് ഫുഡ് ഫുള്ള് മേത്താക്കൂ. അപ്പം ഇന്നത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം അങ്ങനെ എല്ലാ ടീഷർട്ടും ഒക്കെ ഇതാവും, പണിയാവും. അപ്പം അതുകൊണ്ട് ഒന്ന് രണ്ട് ടീഷർട്ട് എടുക്കണം പുറത്തൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഇടാൻ. പിന്നെ കുറച്ച് വെജിറ്റബിൾസ് മേടിക്കണം. നമ്മളെ വീട്ടിലേക്കുള്ള ഫുഡ് ഉണ്ടാക്കാനുള്ള സംഭവങ്ങളൊക്കെ മേടിക്കാൻ, പച്ചക്കറികളൊക്കെ. അപ്പൊ അതിനൊക്കെ വേണ്ടി നമ്മള് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളെ പോവാളോടത്തൊക്കെ പോയി നേരത്തെ ഒന്ന് രണ്ട് പരിപാടികളുണ്ട്. ബാക്കി കഴിഞ്ഞ് പോയി വന്നതാണ്. പോയി വന്നതിന് ശേഷം ഒമറെ സോറി അറിയാം അപ്പനോട്. സോറി അറിയാം. എന്താണ് ഞാൻ ഇപ്പൊ ചെണ്ടാണ്. മെയിൻ ചെണ്ട. എനിക്ക് അത്രയ്ക്ക് കിട്ടലില്ല. കിട്ടുമെന്നാലും യാസിന്റെ അത്ര കിട്ടൂല. കണ്ടില്ലേ ഒമർ, അങ്ങനെ അടിക്കാൻ പറ്റൂല. കണ്ടില്ലേ ഒമർ ഗുഡ് ബോയ്, ഗുഡ് ഗുഡ് ബോയ്. കിട്ടി ഒമർ വേടാണ്. കണ്ടില്ലേ ഒമറിന്റെ ഇങ്ങനത്തെ സ്വഭാവങ്ങൾ ഇനി കാണാം. അപ്പൊ ഒമറിന്റെ വെറൈറ്റി സ്വഭാവങ്ങൾ ശരിക്കും ഫ്രെയിം ശരിയാണ്. കറക്റ്റ് പിടിക്കുക. ഇതാണ് കറക്റ്റ്. കണ്ടില്ലേ ചെക്കനും അതേപോലെ തന്നെ നമ്മളെ പോലെ തന്നെ ചെക്കൻ. ഇങ്ങനെ അപ്പോഴാണ് ഓക്കെ. അപ്പൊ ഇവിടുന്ന് വലിച്ചു കിട്ടില്ല. നമ്മള് പോയിട്ട് പോകുന്ന എങ്ങോട്ട് പോവാ? ഫോട്ടോ എടുക്കൂല. ഇല്ല ഫോട്ടോ എടുക്കൂല. പൊയ്ക്കോയി വേണ്ട നമ്മക്ക്. ഞാൻ പോവാ. ഞാനും അബി വണ്ടിമ പോവാ. ഈ നടന്നിട്ടോ പറഞ്ഞിട്ടോ എങ്ങനാ ചെയ് പോര്. എനിക്ക് നമ്മളെ വണ്ടി പറ്റൂലല്ലോ. ഈ വണ്ടി പോലെ ഇല്ലല്ലോ. നമ്മള് പോയാലോ.
പോട്ടെ. ഞാൻ ഇറങ്ങാൻ വേണ്ട. അബ്ബ അത് അവിടെ എത്തി. ഞാൻ ഇറങ്ങട്ടെ. എന്നാ മെല്ലെ ഇറങ്ങി വാ. ബാ. അതാ കാക്കമാരൊക്കെ അതാ സൈക്കിൾമ പോണ്. ബാ. അപ്പൊ ഗൈസ് ലെറ്റ്സ് ഗോ. യാ. എന്താണ് നമ്മളെ മിററുമൊക്കെ ഒരു കോലം. അയ്യാ കുട്ടികള് ഫുട്ബോള് കളിക്കണ കണ്ടിട്ട് ഒമർ എക്സൈറ്റഡ് ആയിട്ട്. ഒമർ നമ്മളെ കിടത്തണം. അങ്ങനെ ഒമറിന് ടീഷർട്ട് എടുക്കാൻ വന്ന് ടീഷർട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒമർ ഇട്ടതിൻ്റെ സെയിം സാധനമാണ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒമറിന് നമ്മളിവിടെ വീട്ടിൽ നിന്നൊക്കെ ഇടാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നടക്കൽ. ഇവിടെ ഒരുപാട് സാധനങ്ങൾ. അത് അതെന്താണ് ഒമറിട്ട എന്തല്ല ഒമര? അതൊക്കെ വലുതാണില്ല, ഓൻ്റെ സൈസുള്ളത്. ഇഷ്ടായോ? ഇഷ്ടായോ? സ്പൈഡർമാൻ നോട്ടാ, തിരി തിരി നോക്കട്ടെ അവിടെ. അതൊന്നും റെഡൊന്നും പറഞ്ഞുതരാം. അങ്ങനെ അയക്കാൻ കഴിയില്ല. ആളെ കാണില്ല. ആള് നോക്കിയ ഷോപ്പിൽ കയറി ഇരിക്കപ്പോ എന്താ പന്റെ കഥ? ഷോപ്പിലെ കൗണ്ടറിൽ ഇരിക്കുക. ഞാനോ പറയാ ഇവിടെന്നോ ഇവിടെ ഈ പണിക്കണോ ഐസിന? ഇവിടെ നിന്നോ, ഞമ്മക്ക് വേണ്ട. ഇങ്ങനെയാണ് ഇപ്പൊ എങ്ങനെ റെഡി ആവാ? കൈ 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 സൈഡക്ക് തുറക്കട്ടെ. ഓപ്പൺ ചെയ്യണ ഈ മാറിക്കണോ? നിർത്തുന്നു വിചാരിച്ചിട്ടേ ഓടാ ആശാൻ. അതിന് കേസ് സാറിനെ കറുത്ത് വരുന്നുണ്ട്. നമ്മൾ പറഞ്ഞ് നടക്കില്ല കേട്ടോ. ഗൾഫ് സൂക്ക് ഗൾഫിന്ന് സാധനം എടുക്കലും പറഞ്ഞു. ആ ഈകളാണ് പോണേ. ഈകളല്ലേ? ആ ഒരുപാട് ഈകളുണ്ടോ? നമ്മളെ കുറ്റിച്ചിറ കുളത്തിൻ്റെ സൈഡിൽ കൂടെ പോയാലുള്ള ഷോപ്പിൽ നിന്നാണ് നമ്മൾ ഒമറിനെ വീട്ടിൽ നടാനുള്ള ഡ്രസ്സൊക്കെ എടുക്കൽ. അപ്പം വണ്ടി പാർക്ക് ചെയ്യാൻ പോയി ഒമർ. എവിടെ ഒമറോ? ഒമർ ഇവിടെ നോക്കി നിൽക്കുകയാണ്. നമ്മൾ ജാംജുൻവിക്ക് വന്നതാണ്.
ജാം ജൂമിൽ എന്താ പറഞ്ഞ വേണ്ടേ? എന്താ വേണ്ടേ? സ്ട്രോബെറി. ആ പിന്നെ സ്ട്രോബെറി ഒക്കെ എടുക്കാനല്ലോ. ഓമറാണ് ഈ വണ്ടിക്ക് ഒരു സുഖമില്ല. ഒരു സൈഡിലേക്ക് ചെരുവുണ്ടല്ലോ ഈ വണ്ടി. അതിലേക്ക് വെച്ചാ അവിടെ വെച്ചാ ഇതിൽ വെച്ചാ ബില്ലാണ്. സ്ട്രോബെറി വെച്ചു സൈഡിലേക്ക് ഉമ്മടക്കട്ടെ. ഓമറാണെങ്കിൽ സ്ട്രോബെറി ഒക്കെ അല്ലേ? ഇനി എന്താ വേണ്ടി നമുക്ക്? ഇനി എന്താ വേണ്ടേ? ഏത് ഇതോ? ആ വേറെന്താ വേണ്ടി? ആൾക്കെന്താ വേണ്ടിയാ പറയും? ആ എന്താ വേണ്ടി? ഇപ്പം പൊളിക്കുന്നില്ല. ആ വീട്ടിൽ നിന്ന് ഓപ്പൺ ചെയ്ത് വീട്ടിൽ നിന്ന് വാഷ് ചെയ്തിട്ട് എടുത്തരാം കേട്ടോ. വേറെന്താ വേണ്ടി? അത് ഈ തിന്നണമെന്നല്ല, ഇതൊക്കെ മറ്റേ പാക്കറ്റ് കണ്ട വേറെന്താന്ന് ചോദിച്ചില്ല. വേറെന്താ വേണ്ടി? വേറെന്താ? അരി കൊച്ചോ? വെള്ളം അയക്കണ സർബത്ത് കഴിഞ്ഞു. വെള്ളം മാത്രം ഉമറിന് എന്താ വേണ്ടിയേ? അതിൽ ആ കോൺഫ്ലോറിന്റെ പൊടിമലി സ്വീറ്റ് കോണിന്റെ ഫോട്ടോ കണ്ടിട്ടാണ്. ഇതാണ് ഉമറിന്റെ സർപ്രൈസ് മുട്ടായി. ഉമർ കരിഞ്ഞ സർപ്രൈസ് കൊടുക്കുന്നത് ഈ മുട്ടായി. ഇപ്പോൾ രാവിലെ എണീച്ചാൽ ഇതിൻ്റെ സർപ്രൈസ് കൊണ്ടാണ്. എല്ലാം ഇതൊക്കെ പിടിച്ച അതൊക്കെ അതിൽ വെച്ചാൾ പോനെ. ഇത് ബാഡാ വാവാ, ഇത് ബാഡാണ്. ഇത് വേണ്ട മോനോ. എനിക്കും അറിയില്ല ചേട്ടാ. അതെടുക്കണ്ട. ഇതാ അബ്ബക്ക് മോനിക്ക് അബ്ബ അവിടെ വേറെ എടുക്കണ്ട് കേട്ടോ. എന്ത് പറഞ്ഞാല് അത് കടിക്കരുത് പറഞ്ഞിരിക്കണം. ഇതില് ഫുള്ള് ഒമറിന്റെ സാധനമല്ലോ ഒമറേ. ഇവിടെ എത്ര കട്ട ബ്ലോക്കിന്റെ ഇടയിലാണ് ഒമറിന്റെ പാട്ട്. കൈമലുണ്ട്, ആ യോഗട്ട് ഉണ്ട്, അതിന്റെ സന്തോഷാണ്. ആ സ്പൂൺ എടുത്ത് തിന്നാനൊന്നും ടൈമില്ല, കടിച്ചു പൊട്ടിച്ചിട്ട് നക്കണതാ. സർപ്രൈസിന്റെ ആള് കണ്ണൂട്ടിയില്ലല്ലോ. കണ്ണൂട്ടിയാലേ സർപ്രൈസ് ഇട്ടുള്ളൂ കേട്ടോ.
കൂട്ട് നോക്കാൻ പറ്റുന്നതാണ് നോക്കല് ഇത് അപ്പൊ ഗേസ് അങ്ങനെ നമ്മളെന്തായി നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഫൈനലി വീട്ടിലെത്തിയിട്ടുണ്ട്. അതെ ഗൈസ്, വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തിയിട്ട് ഇതാ ഒരാൾക്ക് സർപ്രൈസ് ഒക്കെ കൊടുത്ത് സർപ്രൈസ് അടിച്ചു സർപ്രൈസ് അടിച്ചിരിക്കുക. പറയും കഴിഞ്ഞു പോയി. സാധാരണ കാര്യം. അതെ, ജാംജൂണ് പോയി, അവിടുന്ന് നേരെ വീട്ടിലേക്ക് പോയി, വീട്ടിൽ പോയി അവിടുന്ന് അങ്ങോട്ടേക്ക് വന്നേ. അപ്പൊ പരിപാടികളൊക്കെ ഇനി ഇൻഷാല്ല ഇനി ഇങ്ങനെ വീഡിയോസ് ഉണ്ടാവും. ഇത് വലിയ വീഡിയോ ചെറിയൊരു വീഡിയോ അല്ലെ, ചെറിയൊരു വീഡിയോ ആണ് പരിപാടി. അതെ, ചെറിയൊരു വീഡിയോ ആണ്. ചെറിയ നമ്മളെ ചെറിയ പുറത്തു പോയ കാര്യങ്ങളായി വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എടുത്തു തുടങ്ങിയാണ്. അപ്പൊ നിങ്ങൾ കാണാൻ ഇൻട്രസ്റ്റും ഇതൊക്കെ ഉള്ള സംഭവങ്ങളായിട്ട് നമ്മൾ ഇനി എന്ത് ചെയ്യും, വരും, വീഡിയോയില് വരും. വീഡിയോയില് വരും. നമ്മുടെ ഇനി അടിപൊളി കണ്ടന്റ് ഒക്കെ ആയിട്ട് ഇനി വരും ഇൻഷാല്ലാ. അപ്പൊ അതുവരെ എന്ത് ചെയ്യാ, തൽക്കാലം ഈ ഒരു വീഡിയോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ നാളെ ഇനി വേറെ ഇതിപ്പോ ഇടും. ഇപ്പൊ കഴിഞ്ഞ നാളെ ഒരു വീഡിയോ ഉണ്ടാവും. പിന്നെ ഡെയിലി നമ്മളെ ഡെയിലി വ്ലോഗ്സ് ഉണ്ടാവും. അപ്പൊ എല്ലാരും ഇനി സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ അതുപോലെ നമ്മള് സ്ഥിരമായിട്ട് മുമ്പ് കാണുന്ന ആളുകളൊക്കെ വീണ്ടും നമ്മൾ ഒരുപാട് കാലം പിന്നെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ഇടയില്ലേനും. എന്താ വെച്ചാ ഒരു ലൈഫിൽ ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ വന്നപ്പോ നമ്മളെന്ത് ചെയ്ത് കുറച്ചൊന്ന് ഡിലേ ആയിപ്പോയി. ഇപ്പൊ ഡെലിവറി പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ വന്നപ്പോ നമ്മളെന്തായി ഡിലേ ആയിപ്പോയി. ഇപ്പൊ നമ്മള് വിചാരിച്ചു വീണ്ടും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ വീഡിയോ എടുക്കുന്നത്. അപ്പൊ ഇതുപോലെ എന്താവും, ഇനിയും വീഡിയോസ് ഉണ്ടാവും, കണ്ടന്റ്സ് വരുന്നുണ്ടാവും. അപ്പം മാക്സിമം എല്ലാരും സപ്പോർട്ട് ചെയ്യാ. എല്ലാരും എന്ത് ചെയ്യാ, കമന്റ് ചെയ്യാ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാ. മാക്സിമം സപ്പോർട്ട് ചെയ്യാ കേട്ടോ. അപ്പൊ ഇൻഷാല്ലാ നാളെ തൊട്ടിട്ട് ഡെയിലി വ്ലോഗ്സ് ഉണ്ടാവും. ഓക്കെ, ബൈ. ഇതൊക്കെ വോട്ട് ചെയ്തപ്പോ ഞാൻ ഇങ്ങനെ മായിച്ചു പോയി അറിയാതെ. അപ്പൊ കയ്യിലും വെടിയുമായി. പക്ഷെ എന്താ ചെയ്യാ. ഓക്കെ, അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് നാളെ ഉണ്ടാവും. ബൈ.